നമ്മളൊക്കെ ദൈവത്തിന്റെ അടുത്തിരിക്കുന്നവരാണെന്നും ദൈവത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടവരാണെന്നും അഥവാ ദൈവത്തിന്റെ മക്കളാണെന്നും അവകാശപ്പെടുന്നവരാണ്. അങ്ങനെ നാം അവകാശപ്പെടുമ്പോൾ തന്നെ നമുക്ക് വീട്ടിനകത്തും പുറത്തുമൊക്കെയായി ഒത്തിരി ശത്രുക്കളുടെ ലിസ്റ്റും പറയുവാനുണ്ട്. ഒത്തിരി പേർ നമ്മുടെയൊക്കെ ശത്രു ലിസ്റ്റിൽ ഉണ്ട്. എന്താണ് ഈ വിഷയത്തെ സംബന്ധിച്ച് ദൈവത്തിന്റെ വചനത്തിന് നമ്മോട് പറയുവാനുള്ളത്? മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 44-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുക: നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. എങ്ങനെയാണ് സ്വർഗസ്ഥനായ നമ്മുടെ ദൈവത്തിന് നമ്മൾ പുത്രന്മാരായി തീരുന്നത്? വചനം പറയുക, നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കുക, അതുപോലെ തന്നെ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ? നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാർ തന്നെ, ദൈവത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെ. അഥവാ അങ്ങനെ കഴിയുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ദൈവം ആരാ, അഥവാ ദൈവത്തിന് നിങ്ങൾ ആരാ എന്ന് ഈ പകൽക്കാലം പരിശോധിച്ചു നോക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. കർത്താവ് അതിനായി നമ്മെ സഹായിക്കുമാറാകട്ടെ.